കാളകൂടത്തിന്റെ മകൾ എന്നർത്ഥമാണ്. യഥാർത്ഥ പേര് ശരിക്കും പറഞ്ഞാൽ ഇട്ട പേര് കാളി എന്നാണ്. കറുത്ത നിറവായതുകൊണ്ട് കാളി എന്ന് പേരിട്ടു. പിന്നീടാണ് മറ്റ് സംജ്ഞകളൊക്കെ വന്നത്. എന്തായാലും പ്രിയമുള്ളവരെ, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മദേവൻ ചോദിച്ചു, മക്കളെ നീ എന്തിനാ ഇങ്ങനെ തപസ്സിരിക്കുന്നത്? എന്റെ അച്ഛൻ വലിയ സമ്പത്തുള്ളവനാണ്, അധികാരമുള്ളവനാണ്, എന്റെ ഏതൊരു ആഗ്രഹവും നടത്തി തരാൻ ശേഷിയുള്ളവനാണ്, മനസ്സുള്ളവനാണ്. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഈ കൊച്ചു പ്രായത്തിൽ ഇങ്ങനെ കഠിനമായ വ്രതം എടുക്കുന്നത്? പറഞ്ഞു ബ്രഹ്മദേവ, എന്റെ അവസ്ഥ ഇതാണ്, എന്റെ ഈ നിറമാണ് എനിക്ക് പ്രശ്നം, അതുകൊണ്ട് എനിക്കിത് മാറ്റിയിട്ട് നല്ല നിറം തരണം. അത്രേ ഉള്ളൂ, ഇപ്പൊ ശരിയാക്കി തരാം. അദ്ദേഹം തന്നെ കമണ്ടലിൽ നിന്ന് ജലമെടുത്ത് മന്ത്രോച്ചാരണത്തോടുകൂടി പാർവതിയുടെ ശിരസിലൂടെ ഒഴിച്ചു എന്നാണ്. അങ്ങനെ തൊലിപ്പുറത്ത് വീണിടത്തൊക്കെ, അല്ലെങ്കിൽ ആ തൊലിയുടെ നിറം പതുക്കെ കറുപ്പ് മാറി 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 ഗൗര നിറം വന്നു എന്നാണ് പുരാണം. എന്താ ഗൗരം എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ഗൗരം, ദൈവമേ, ഗൗരം എന്ന് പറഞ്ഞാൽ സ്വർണം. ഗൗരം സ്വർണം, സ്വർണത്തിന്റെ നിറം വന്നതുകൊണ്ട് ഗൗരി എന്ന് പേര് വീഴും. എന്നവരാണ് ഗൗരി പേര് വീഴുക. അപ്പോ ഗൗരം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. സ്വർണത്തിന്റെ നിറത്തോടു കൂടിയവൾ ഗൗരി. ബഹുബ്രീഹി സമാസം ഞാനിവിടെ വേണം പറഞ്ഞത്. സ്കൂളിൽ പഠിപ്പിച്ച സാറന്മാർക്കൊക്കെ അറിയാം. പണ്ടത്തെ, ഇപ്പോഴത്തെ പഠിത്ത സാറില്ലല്ലോ, ടീച്ചറില്ലേ കൂടുതൽ. ഒരു ടീച്ചർ രണ്ട് പിള്ളേർ തമ്മിൽ തല്ലുണ്ടാകുന്ന കണ്ടൊരു സാറ് രണ്ടിനെയും പറഞ്ഞു വിട്ടു, വഴക്കൊക്കെ പറഞ്ഞു. രണ്ട് പിള്ളേരും ചെന്ന് വീട്ടിൽ പറഞ്ഞു. അവരച്ഛനും അമ്മയും കൂടി സർക്കിളിനെ പോയി പറഞ്ഞു. സർക്കിളിൽ പിടിച്ച് 2 ദിവസം ഓഫീസിൽ ഇരുത്തി. അവസാനം 50 രൂപ പിഴ. എന്തിനാണ്? തല്ലുണ്ടായ കുഞ്ഞുങ്ങളെ നേരെ മാർഗത്തിൽ പറഞ്ഞു കൊടുത്തത്. ഇതാണ് ഇന്നത്തെ കാലം. നമ്മളൊക്കെ എത്രയും അടി മേടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദോഷമൊന്നും സംഭവിച്ചിട്ടുണ്ടോ? അധ്യാപകരുടെ കൈകൊണ്ട് അടി മേടിച്ചത്. പക്ഷെ ഇപ്പൊ എല്ലാം തലതിരിഞ്ഞു. ഇപ്പൊ പിള്ളേർ ഇങ്ങോട്ട് അടിച്ചു തുടങ്ങി. എന്തായാലും അങ്ങനെ ഗൗരിയായി. പക്ഷെ ഈ ശരീരത്തിലെ കറുപ്പ് പതുക്കെ ഉറഞ്ഞുകൂടി ഒരു ചെറിയ ഭാഗമായി അവിടെ നിന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടി ഗൗരി കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷെ ഈ കറുപ്പ് കൊണ്ട് എന്ത് ചെയ്യും? ഈ കറുപ്പ് വന്നത് എങ്ങനെയാണ്? പാർവതിയുടെ ശരീരത്തുണ്ടായിരുന്ന കറുത്ത നിറം ബ്രഹ്മദേവൻ ജലമൊഴിച്ചപ്പോൾ ഉറഞ്ഞുകൂടിയിരിക്കുന്ന കറുപ്പാണ്. ആ കറുപ്പ് എന്തിന് വിരോധമായിട്ടാണ് വന്നത്? വിവാഹത്തിന് തടസ്സം നിൽക്കും എന്നുള്ള ഭാവമായിരുന്നു. അല്ലേ? നീ നിന്നെ കല്യാണം കഴിക്കത്തില്ല, നിനക്ക് ഇങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ, അങ്ങനെ എങ്ങനെ നോക്കുമ്പോ കല്യാണത്തിന് തടസ്സം വരും എന്നുള്ള ഒരു ഭാവം കൊണ്ട്, ഭയം കൊണ്ടാണ് തപസ്സിരുന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ആ കറുപ്പിനെ എടുത്തിട്ട് ഒരു ദേവീ രൂപമാക്കി. അതാണ് നിങ്ങളുടെ അടുത്ത സ്ഥലത്ത് ഇരിക്കുന്ന കാർത്യായനി ദേവി. നിങ്ങളെ നാട്ടിയതില്ലേ? അറിഞ്ഞൂടെ? ആലപ്പുഴയില്ലേ അവിടെ? അതായത് എറണാകുളം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് തന്നെ ചേർത്തല ആലപ്പുഴയില്ലല്ലേ? ജില്ലയുടെ കാര്യമാണ്. അപ്പൊ എറണാകുളമല്ലേ? അപ്പൊ നിങ്ങളുടെ ജില്ലക്കാരിയാണ് കാർത്യായനി ദേവി. അത് വിവാഹ തടസ്സം മാറ്റുന്ന ദേവിയാണ്. അപ്പോ അങ്ങനെ കാലം മുന്നോട്ട് പോയി. ശിവനെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യം മാതാപിതാക്കൾക്കും ഇഷ്ടം. കാരണം ശിവൻ എല്ലാ അർത്ഥത്തിലും അനുയോജ്യനാണ്. മാത്രമല്ല പരാശക്തിയുടെ അംശം. അതൊക്കെ ഹിമവാൻ അറിയാം. പക്ഷെ ശിവനെവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. അദ്ദേഹം ദക്ഷയജ്ഞന്റെ യജ്ഞശാലയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് എവിടെ ഇരിക്കുന്ന അറിയില്ല. അപ്പോഴേക്കും ഇവിടെ ശൂരഭസ്മാസുരൻ എന്ന് പറയുന്ന അസുരൻ 3 ലോകങ്ങളും അടക്കി ദേവലോകത്ത് നിന്ന് ദേവന്മാരെയൊക്കെ അടിച്ചോടിച്ച് ഇന്ദ്രപട്ടമൊക്കെ തട്ടിപ്പറിച്ച് അദ്ദേഹം സർവ്വ അധികാരിയായിട്ടിരിക്കുകയാണ്. ദേവന്മാർക്ക് ഹർഭാഗം പോലും കിട്ടാത്ത അവസ്ഥ. അങ്ങനെ നാരദ മഹർഷി നടന്നിടന്ന അവസാനം നമ്മുടെ വയനാട്ടിലെത്തി. അവിടെ മാനിക്കാവിൽ തപസ്സിരിക്കുന്ന ഭഗവാനെ കണ്ടു. കാര്യങ്ങളൊക്കെ നോക്കി. ഭഗവാൻ പറഞ്ഞു, ഞാനിവിടെ വെറുതെ വന്നിരുന്നതല്ല. സതീദേവിയുടെ ജീവൻ പ്രേതാവസ്ഥയിൽ നഷ്ടപ്പെട്ടപ്പോ ആ പ്രേതാവസ്ഥയിൽ നിന്ന് മുക്തമാക്കി കൊണ്ടുവരുവാൻ വേണ്ടി തപസ് ചെയ്തതാണ്. അതിന് പരാശക്തിയെ തന്നെയാണ് കൂട്ടുപിടിച്ചത്. അങ്ങനെ ഇപ്പോ പരാശക്തി മനുഷ്യഭാവത്തില് ഹിമവാന്റെ മകളായി ജനിച്ചിട്ടുണ്ട്. കാലം വരുമ്പോൾ ഞാൻ പാർവതിയെ കല്യാണം കഴിക്കും.
തുടർന്ന് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടി 12 വയസ്സ് തികയുന്നതിന് മുമ്പ് ദേവസേനാധിപതിയാകും. അങ്ങനെ ഈ ശൂരഭസ്മാസുരനുമായിട്ട് ഉണ്ടാകുന്ന യുദ്ധത്തിൽ അവൻ അസുരനെ കൊല്ലും എന്ന് സമാധാനിപ്പിച്ചു വെച്ചു. നേരെ പോയതോടാണ് പാർവതിയെടുത്ത് പറഞ്ഞു, പിന്നെ നീ കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയല്ലേ സുന്ദരിയായിട്ട്, ഭഗവാനോട് പറഞ്ഞു, സ്വാമി അറിയത്തില്ല. എന്നാ അവരുടെ തിരിപ്പാട്. അതാണല്ലേ നാരദരുടെ പരിപാടി ഇല്ലേ? അങ്ങനല്ലേ ഞങ്ങളുടെ അവിടെ നാരദരങ്ങനെ എന്തെങ്കിലും കുരുക്കുമണി കൊണ്ട് വരും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആണോ അല്ലയോ? എന്നാ അല്ല, അത് നമ്മുടെ പഠിത്തത്തിന്റെ തകരാറാണ്. എന്താ നാരദൻ വാക്കിന്റെ അർത്ഥം? നാരം ദദാതീതി നാരദ എന്ന് വേദം പറയും. നാരത്തെ കൊടുക്കുന്നവനാരോ അവൻ നാരദൻ. നാരദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാരം എന്ന് പറഞ്ഞ വെള്ളം അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് നാരായണൻ എന്ന പേര്. നാരങ്ങള ഇനങ്ങളാകിയാൽ പേര് നാരായണൻ എന്ന് വന്നു ഭാഗവതം. അപ്പൊ വെള്ളത്തിൽ കിടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ വെള്ളമല്ല, ചിന്തിക്കരുത്. അങ്ങനെ നാരായണൻ വരാവുന്നവരല്ലത്. പാലാഴിയിൽ കിടക്കുന്നു ഇല്ലേ? ഇനി പാലാഴി എവിടാണ്? ഈ ഒന്നിനോട് തൊട്ടു പോയി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം വരും. പാലാഴിന്റെ വീടുണ്ടോ എല്ലാവരും? എവിടെയാണ് അത് പഠിപ്പിച്ച ദിവസം ഞാൻ പോയില്ല. പാലാഴി വൈകുണ്ഠം ഇല്ല, കേട്ടിട്ടില്ലേ? ഇല്ല, ഇതൊന്നും കേട്ടിട്ടില്ല. വൈകുണ്ഠം കേട്ടിട്ടുണ്ടോ? എവിടെയാണ് പാലാഴി? പാലാഴി എവിടെയാണ്? വൈകുണ്ഠം. വൈകുണ്ഠം എവിടെയാണ്? പാലാഴി. ഇതിനപ്പുറത്തോട്ട് പോകാൻ അറിയാമോ? വൈകുണ്ഠം പറയണം. വൈകുണ്ഠം പാലാഴിയിലാണ്. അപ്പൊ പാലാഴി എന്താണെന്ന് അറിയണം. പാല് എന്ന് പറയുന്നത് ഏറ്റവും വിശിഷ്ടമായ ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് പൂജയ്ക്കൊക്കെ കറണ്ട് അങ്ങനെ തന്നെ എടുക്കുന്നത്. ചൂടാക്കലും ഒന്നുമില്ല, ഡയറക്റ്റ് ഉണ്ടെന്ന് ഭഗവാന്റെ അഭിഷേകം നടത്താം, പാൽപ്പായസം ഉണ്ടാക്കാം, പഞ്ചഗവി ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാറുണ്ട്. അത് ഈശ്വരാരാധനയ്ക്ക് മുഖ്യമായൊരു വിഷയമാണ് പാല്. എന്തുകൊണ്ടാണ്? പാല് സത്വഗുണം മാത്രമുള്ള വസ്തുവാണ്. സത്വഗുണപ്രധാനമായ വസ്തുവാണ് പാല്. അതിനകത്ത് മറ്റു രജോ ഗുണം തമോ ഗുണം ഒന്നുമില്ല. അപ്പൊ പാലിന്റെ ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? കടല്, സമുദ്രം. അത് ഒരുപാടുള്ള സ്ഥലം. അപ്പൊ പാൽ ഒരുപാടുള്ള സ്ഥലം. ഇപ്പൊ ചന്ദ്രയാൻ വരെ പോയില്ലേ? ചുവയിലൊക്കെ ഇറങ്ങിയില്ലേ? ഈ പോയി ഏതെങ്കിലും പേടകങ്ങള് അവിടുന്ന് ഫോട്ടോ എടുത്ത് പാലാഴിയുടെ ഇങ്ങോട്ട് അയച്ചോ? ഇതാണ് പാലാഴി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനൊരു സംഭവം പ്രപഞ്ചത്തിലില്ല എന്ന് കൂട്ടുക. ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഇല്ല. പിന്നെന്താ ഇങ്ങനെ പറയാൻ കാരണം? പാലാഴി എന്ന് പറഞ്ഞാൽ സത്വഗുണം ഏറ്റവും കൂടുതലുള്ള പ്രതലം, ഏറ്റവും കൂടുതലുള്ള സ്ഥലം, അങ്ങനെ അർത്ഥം എടുക്കുക. അവിടെ വൈകുണ്ഠമാകണം. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ? കുണ്ഠത എന്ന് പറഞ്ഞാൽ ദുഃഖം. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തിടം എന്നർത്ഥം. അപ്പൊ ദുഃഖം ഇല്ലെങ്കിൽ പിന്നെന്താ ഉള്ളത്? അതിന്റെ ഓപ്പോസിറ്റ് ഇടും. ദുഃഖത്തിന്റെ ഓപ്പോസിറ്റ് ആനന്ദം, സന്തോഷം, സുഖം. അപ്പൊ സന്തോഷമുള്ളിടത്ത്, ദുഃഖമുള്ളത് ഈശ്വരൻ ഇല്ല. നമ്മുടെ വീട്ടിലോട്ട് കയറാത്തത് എന്താണ്? അവിടെ പ്രശ്നമല്ലേ ഉള്ളൂ, വരികയില്ല. മറിച്ച് സന്തോഷത്തോടെയാണ് ജീവിതമെങ്കിൽ ആനന്ദമാണ് ഈശ്വരൻ. അതല്ലേ സച്ചിദാനന്ദ സ്വരൂപൻ ആണോ? അതോ സച്ചിദ ദുഃഖസ്വരൂപനാണോ? സച്ചിദാനന്ദ സ്വരൂപനാണ് ഈശ്വരൻ. ആനന്ദമുള്ളിടത്താണ്. ദുഃഖമില്ലാത്തിടത്ത് സർപ്പത്തിന്റെ മുകളിൽ കിടക്കുന്നു അല്ലേ? അനന്തശായിയായി. അനന്തം എന്ന് പറഞ്ഞാൽ സർപ്പമല്ലേ? സർപ്പത്തിന്റെ മുകളിൽ ഭഗവാൻ ശയിക്കുന്നു. കൂടാറുണ്ട് വിഷ്ണുവിന്റെ കൂടെ. പിന്നല്ലാതെ അവര് കളഞ്ഞിട്ട് പോകുമോ? നമുക്കായിട്ട് ദോഷമൊക്കെ ഉള്ളു, അവർക്ക് ഓർമ്മയില്ല. ഇനി അതൊന്നും നോക്കാം. ഞാനും ചോദിക്കട്ടെ, സർപ്പം ഒരു ഓവൽ ഷേപ്പിലല്ലേ കിടക്കുന്നത്? തെറ്റ് റൗണ്ട് അല്ലല്ലോ, ആണോ? ഇല്ല. അപ്പൊ പാലാഴിയുടെ അടിയിൽ നിന്ന് ഉരുണ്ടു വരണ്ടേ? വെള്ളത്തിന് മുകളിൽ കിടന്നാൻ പറ്റില്ല, താന്നു പോയില്ലേ? അപ്പൊ പാലാഴിയുടെ കടലിന്റെ അടിയിൽ നിന്ന്, സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് ചുറ്റിട്ട് എത്ര ചുറ്റിട്ടാലും എന്ത് ചെയ്യില്ല. കാരണം അനന്തനാണ്, അന്തമില്ലാത്ത ആളാണ്. അങ്ങനെ ചുറ്റിട്ട് വന്ന് മേളിൽ വന്ന് പിന്നെ രണ്ടി ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ വെള്ളം തെറിച്ചാലോ തിരമാല അടിക്കുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ചുറ്റിട്ട് അതിന്റെ മേളിൽ എന്തെങ്കിലും പിരിച്ചിട്ടായിരിക്കുമല്ലോ ഭാഗം കിടക്കുന്നത്.
കുട്ടികളോടിക്കുന്ന സൈക്കിൾ കണ്ടിട്ടുണ്ടോ? സൈക്കിള് ഇപ്പൊ കുറവാണ്. അതിന്റെ ടയർ കണ്ടിട്ടുണ്ട് കടകളിൽ അടുക്കി വെച്ചേക്കുമ്പോൾ തന്നെ. അതിന്റെ മുകളിലൊരു തുണിയൊക്കെ വിരിച്ചിട്ട് 2-3 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് മേലോട്ട് വെച്ച് എന്തായിരിക്കും അനുഭവം? എന്തായിരിക്കും? പറയൂ വേണ്ടേ? താഴെ പോകും. ഇവിടെ കടലിന്റെ അടിയിൽ നിന്ന് സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് ചുറ്റിട്ട് മേളി ഇട്ടു വന്ന് അവിടെ പട്ടൊക്കെ വിരിച്ചിട്ടു ഭഗവാൻ കയറി അങ്ങോട്ടിരിക്കും, കോണിയെ കൂടെ കയറി. പിന്നെ ഭഗവാനെ കാണാമെങ്കിൽ JCB വെച്ചിട്ടുണ്ടായിരിക്കും. ശരിയാണോ? അപ്പൊ പിന്നെ അത് ഇനി പ്ലൈവുഡ് ഇട്ട് അടിക്കുമോ അനന്തന്റെ പുറത്ത്? അപ്പൊ അനന്തൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സർപ്പമല്ല എന്ന് വരും. അങ്ങനെ സർപ്പത്തിന്റെ പുറത്തിലേക്ക് കിടക്കാൻ പറ്റുമോ? സർപ്പത്തിന്റെ കൂടെ വേണം കിടക്കാൻ, മേലാതെ കിടക്കുന്നത് പണ്ട്. അപ്പൊ നോക്കൂ, എന്താണ് അനന്തൻ? സർപ്പം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. നമുക്ക് ഇവിടെ സത്യം എന്നർത്ഥം എടുക്കുക. അപ്പൊ സത്യത്തിൽ അധിഷ്ഠിതമാണ് ആര്? ഈശ്വരൻ. അപ്പോ നല്ല സത്വഗുണം കൂടുതലുള്ള, സന്തോഷമുള്ള, ആനന്ദമുള്ളിടത്ത് സത്യത്തിൽ ഈശ്വരൻ വസിക്കുന്നു, അല്ലെങ്കിൽ സത്യമുള്ളിടത്ത് ഈശ്വരൻ വസിക്കുന്നു. ഇതെവിടാകണം? നമ്മുടെ അന്തരംഗമാകണം. അപ്പൊ വൈകുണ്ഠ എവിടെങ്കിലും ആണോ? അതുകൊണ്ടാ പറഞ്ഞത് ഈശ്വരൻ സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. വ്യക്തമല്ലേ കാര്യങ്ങൾ? ഇതറിയാതെ കിടന്ന് നടക്കുക, ഓടുക. ഇതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ അതിനെ അനുഭവിക്കണം എന്ന് വേണം. ഈ പറഞ്ഞ സത്വഗുണം വേണം, അവിടെ ആനന്ദം ഉണ്ടാകണം, അവിടെ സത്യമുണ്ടാകണം. നമ്മൾ സത്യം മാത്രമാണോ പറയുന്നത്? ഒരു ദിവസം എത്ര വെള്ളം പറയും? വൈകിട്ട് വരുന്ന കൊച്ചാനോട് ഭാര്യ ഇന്നത്തെ വിളിക്കാച്ചാ വന്നേക്കുന്നത്? ഓ ഇല്ലടി, മണം വരുന്നുണ്ടല്ലോ. അത് ഞാൻ ഒരു ജ്യൂസ് കുടിച്ചാണ്. ഇയാളെ വെച്ച് പൂക്കിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ കള്ളങ്ങൾ ഇഷ്ടം പോലെ പറയും. പറയത്തില്ലേ? എല്ലാവരും സത്യസന്ധമാണ്. പക്ഷെ അത് പറയാൻ ഒരു നാളെ. അപ്പോ എന്തുകൊണ്ട് ഈശ്വരനെ അറിയാൻ പറ്റുന്നില്ല? ഇതൊക്കെ കളഞ്ഞാൽ സത്വഗുണം ഉണ്ടാകണം. മറ്റൊരാളെ കുറിച്ച് ദ്വേഷം പറയുക, മറ്റൊരാളെ കുറിച്ച് കുറ്റങ്ങൾ പറയുക, വേറൊരാൾക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള വർത്താനങ്ങൾ പറയുക, കർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഒഴിവാക്കുക. സത്യസന്ധമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക, ആനന്ദത്തോടെ ജീവിക്കുക, ആനന്ദകരമായ കർമ്മങ്ങൾ ചെയ്യുക. അവിടെ ഈശ്വരൻ ഉണ്ടാകും. നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈശ്വരൻ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അനുഭവത്തിലേക്ക് വരുന്നില്ല. അതിന് വൈകുണ്ഠം നമ്മുടെ അന്തരംഗം തെളിഞ്ഞു വരണം. അതിനാണ് ഈ സമർപ്പണമൊക്കെ ചെയ്യാൻ പറയുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതി ഭഗവാനെ നമുക്ക് കിട്ടില്ല. ക്രമേണ 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 കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. വേണ്ട പോലെ വഴിയെ പോയാൽ ഇപ്പൊ തിരുവനന്തപുരത്ത് പോകണം, നമ്മുടെ റോഡ് കയറി തിരുവനന്തപുരം വണ്ടിയെ കയറി പോകണ്ടേ? കോട്ടയം വണ്ടിയെ പോയാൽ കയറാൻ പറ്റും. തിരുവനന്തപുരത്തേക്ക് പോകും. കോട്ടയത്ത് പോയിട്ട് പിന്നെ പോകണം. കാശ് കൂടുതൽ, സമയം കൂടുതൽ. മറിച്ച് തിരുവനന്തപുരം വണ്ടിയിൽ കയറിയാൽ കൃത്യമായിട്ട് സ്പോട്ടിൽ ചെല്ലും. ചിലതില്ലേ സെയിം. അപ്പൊ വേണ്ടത് ചെയ്താൽ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഇല്ലെങ്കിൽ എത്ര കിടന്ന് തുഴഞ്ഞാലും രക്ഷപ്പെടാം എന്ന് കരുതണ്ട, നടക്കില്ല. അതിനാണ് നമ്മൾ ആചാര്യന്മാര് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മോട് പറയുന്നത്. ഇനി നാരദനെ നോക്കാം. നാരദന്റെ കഥ എവിടെ നിന്ന് വെള്ളമാണ് നമ്മളെ കൊണ്ടുവരാൻ അങ്ങോട്ട്. വെള്ളം, നാരദ എന്ന് പറഞ്ഞാൽ വെള്ളം നടത്തുന്നത്. പിതൃക്കൾ എന്ന് പറയുന്ന ദേവതാ സമൂഹത്തിന് വെള്ളത്തെ തർപ്പണം ചെയ്യുന്ന ആളാണ് നാരദൻ. അതുകൊണ്ട് വെള്ളത്തെ കൊടുക്കുന്നവർ എന്ന ഒരർത്ഥം നാരദർക്ക്. എന്നാൽ കുറച്ചുകൂടെ ദീപ്തമായ മറ്റൊരർത്ഥമുണ്ട്. എന്താണ്? നാരം എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥമുണ്ട്. അപ്പൊ വേദത്തെ കൊടുക്കുന്നവർ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം അച്ചടിച്ച് കൊടുക്കുന്നതല്ല. വേദത്തിൽ എന്താ ഉള്ളത്? ഈശ്വരീയ കാര്യങ്ങൾ. ഇല്ല, ഈശ്വരനെ കുറിച്ചുള്ള ബോധമാണ് വേദം, ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ. അപ്പൊ ആ ഈശ്വരനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്നവനാരും അവൻ നാരദൻ. പുരാണം എടുത്ത് നോക്കൂ. ഇപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞ കിടക്കാത്ത കയ്യാധുവിനെ പരീക്ഷിക്കാൻ പറഞ്ഞു കൊടുത്തത് വേദം, കൊച്ചിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ധ്രുവകുമാരന് തപസ് ചെയ്യാൻ പോകുമ്പോൾ
അവൻ ഈശ്വരനെ കുറിച്ച് ശരിയായ വിധം പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് രാജാക്കന്മാർക്ക്, അസുരന്മാർക്ക്, മനുഷ്യർക്ക്, ദേവന്മാർക്ക് ഒക്കെയും ശരിയായ പഠനം കൊടുത്തവരെ നേർവഴിക്ക് നയിക്കുന്നവനാണ് നാരദൻ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് എവിടെയും കയറിച്ചല്ല, എവിടെയും ചെല്ല, അസുരന്മാരുടെ അടുത്തും ചെല്ല, ദേവന്മാരുടെ അടുത്തും ചെല്ല, മനുഷ്യരുടെ അടുത്തും പറയും. വസുദേവർക്ക് നാരദൻ ഉപദേശം കൊടുക്കുന്നില്ല ഭാഗവതത്തിൽ. അതുപോലെ എല്ലാ പുരാണവും നോക്കുക, അവിടെയൊക്കെ നാരദൻ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അദ്ദേഹം ആത്മജ്ഞാനം, ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നയാളാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏഷണിക്കാരനല്ല. പിന്നെ അതെങ്ങനെ അങ്ങനെ വന്നത്? എവിടെ നിന്നൊന്ന് വന്നു കാണുമല്ലോ, ഇല്ല പിന്നെ അങ്ങനെ വരത്തില്ലല്ലോ. നോക്കാം, 18-ാം നൂറ്റാണ്ടിന്റെ പൂർവ്വകാലത്ത് കേരളത്തിന്റെ ഹാസ്യ സാമ്രാട്ടായി മാറിയ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ, അദ്ദേഹം തുള്ളക്കഥ എഴുതി. അപ്പൊ അതിന് കോമഡി വേണം, ചാരുത വേണം. അതിനുവേണ്ടി നാരദരെ അദ്ദേഹം ഏഷണിക്കാരനായിട്ട് ചിത്രീകരിച്ചെഴുതി. പിന്നെ വന്ന കാവ്യകർത്താക്കള്, നാടകകർത്താക്കള്, മറ്റു രചനകളൊക്കെ നടത്തിയവര് നാരദനെ അങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ നമ്മുടെ കാലം വന്നപ്പോൾ നാരദൻ കുശുമ്പും കുണ്ടായ്മയും കൊണ്ട് നടക്കുന്നവനായതാണ്. ഈ ചേച്ചിയോട് ഉണ്ടെന്നിരിക്കാൻ പറ, നാരദൻ ഇല്ലെങ്കിൽ മനസ്സിലായില്ലേ? അപ്പൊ നാരദൻ എന്ന് പറയുന്ന ആള് കുരുക്കുണ്ടാക്കുന്ന ആളല്ല, വേദവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ നാരദൻ ചെന്ന് പാർവതിയോട് പറഞ്ഞു, എന്തിനാണ് ഈ അസുരന്റെ ശല്യം തീരണം? മനസ്സിലാകുന്നില്ലേ? വിഷയം അവിടെയാണ്. ഈ ശൂരപത്മാസുരൻ എന്ന് പറയുന്ന അസുരനെ ഭഗവാന്റെ സന്താനം നിഗ്രഹിക്കണം. അതിന് ഭഗവാനും ഭഗവതിയും ഒന്നിക്കണം. അവരുടെ യോഗ വൈഭവത്തിൽ നിന്ന് കുഞ്ഞു വരണം. അതിന് എത്രയും പെട്ടെന്ന് വേണം. അതുകൊണ്ട് കുട്ടിയുടെ എന്ന് പറഞ്ഞു, ഭഗവാൻ എന്നിടത്തുണ്ട്, അവിടെ പോയി ഭഗവാനെ സേവിച്ചോളൂ. അദ്ദേഹം കണ്ണൊക്കെ അടച്ചിരിക്കുമായിരിക്കും, നിർവികൽപ്പ സമാധിയിലായിരിക്കും, പക്ഷെ അവിടുന്ന് പോകരുത്. അങ്ങനെ പാർവതിയും കുറിച്ച് സഖിമാരും ഒക്കെ ആയിട്ട് നേരെ ഭഗവാന്റെ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെയൊക്കെ വൃത്തിയാക്കി കൊടുത്തു, സേവകളൊക്കെ ചെയ്ത് പൂമാൻ പൂവൊക്കെ പറിച്ചു കൊടുത്തു. പക്ഷെ ഭഗവാൻ ഇതൊന്നും അറിയുന്നില്ല. കണ്ണു തുറക്കാണെങ്കിൽ മാല ഇടണം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുകയാണ്. അങ്ങനെ സമയം കുറെ പോയി. അപ്പോ ദേവേന്ദ്രൻ ആധിയായി ദേവസഭ കൂടി. ദേവേന്ദ്രനൊക്കെ ദേവലോകത്തു നിന്ന് പോയിട്ട് കാലം കുറയാകുന്നു, തിരികെ കയറണം. എന്താ മാർഗം? ഭഗവാൻ വിവാഹം കഴിക്കണം. അതെന്ത് വേണം? പാർവതിയിൽ അനുരക്തനാകണം. പക്ഷെ കണ്ണോടങ്ങിരിക്കുന്ന ആൾ അവിടെ നിന്ന് അനുരക്തനാണ്, കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ അവിടെ കാമദേവനടക്കമുള്ള ദേവന്മാരെ വിട്ടു, വസന്തൻ എന്ന് പറയുന്ന ദേവനെ വിട്ടു. അവിടെല്ലാം പുഷ്പാലങ്കൃതമായി പതുക്കെ പതുക്കെ കണ്ണു തുറന്നു നോക്കി ഭഗവാൻ. നോക്കുമ്പോൾ സുന്ദരിയായ ഒരു യുവതി തന്റെ മുമ്പിൽ ഒരു മാലയൊക്കെ ആയിട്ട് നിൽക്കുന്നു. പെട്ടെന്ന് ഞെട്ടിത്തിരിച്ചു. തന്റെ മനസ്സിൽ എന്തോ ഒരു വൈകാരിക ഭാവം. നോക്കുമ്പോൾ കാമദേവൻ തന്നെ ലക്ഷ്യം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ വൈകാരികമായ പൂക്കൾ കൊണ്ടുള്ള അമ്പുകള് തൊടുത്തുവിടുന്നു. കോപം ജ്വലിച്ച് തൃക്കണ്ണുകൊണ്ട് കാമനെ ദഹിപ്പിച്ചു എന്ന് കഥ. ഭഗവാനോട് നോക്കളെ നേരെ കൈലാസത്തിലേക്ക് പോയി. പാർവതിക്ക് ദുഃഖമായി. പാർവതി വിചാരിച്ചു, ഞാൻ ഉദ്ദേശിച്ചു വന്ന കാര്യം സാധിക്കുന്നില്ല. എന്തായാലും ഭഗവാൻ ഇവിടെയാണല്ലോ തപസ് ചെയ്തത്, ഞാൻ ഇവിടെ തന്നെ തപസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ തപസ് ആരംഭിക്കുന്നു. കാലം പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി. വീണ്ടും നാരദർ ഭഗവാനെ തേടി കൈലാസത്തിലെത്തിയ കാര്യങ്ങൾ പറഞ്ഞു. ശിവഭഗവാൻ പറഞ്ഞു, ശരി നാരദരെ, സമയമായിരിക്കുന്നു. ഞാൻ പാർവതിയെ ഒന്ന് പരീക്ഷിക്കും. അതിലവളെ പാസ്സായാൽ ഞങ്ങളുടെ കല്യാണം നടത്താം. അതിന് മുൻകൈ എടുക്കേണ്ടത് നാരദർ തന്നെയാണ്. പോയി പെണ്ണി ചോദിച്ചോളൂ. അങ്ങനെ ദേവന്മാർക്ക് വേണ്ടി മഹാദേവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നാരദര് ഹിമവാന്റെ അടുത്തെത്തി വിഷയങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് എല്ലാവർക്കും സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭഗവാൻ ഒരു വലിയ സന്യാസിയുടെ ഭാവത്തില് പാർവതിയുടെ അടുത്ത് കഥയൊക്കെ നിങ്ങൾക്കറിയാം. അവിടെ ഒന്ന് ചോദിച്ചു, കുഞ്ഞെ നീ എന്തിനാ ഈ കൊച്ചു പ്രായത്തിൽ ഇങ്ങനെ തപസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലെ പ്രായമൊക്കെ ആയവർക്കും സന്യാസിമാർക്കും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, സന്യാസിമാർക്കാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? സന്യാസം എന്താണ്? കാവ്യ മുണ്ടുടുപ്പൊക്കെ ഇടുക, താടി വളർത്തി നടക്കുക, അത് തന്നെ സന്യാസിക്കുക. എന്താണ്
എല്ലാം ഉപേക്ഷിക്കുന്നെങ്കിൽ പിന്നെ വസ്തുത കുറഞ്ഞ് ഭഗവാനെ കളിയാക്കി പറഞ്ഞു എന്നാണ്. സഹിക്കാൻ വയ്യാതെ വന്നപ്പോ പാർവതി അതെ അങ്ങ് ഒരു മഹാസന്യാസിയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിച്ചത് അല്ലെങ്കിൽ കേട്ടത്. ഇനി എന്റെ ഭഗവാനെ കുറിച്ചും എല്ലാം പറഞ്ഞാൽ ഇത്രയും കാലം ഞാൻ തപസ് ചെയ്ത എന്റെ ഒരു തപശക്തി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഭസ്മമാക്കിയിടും പോക്കോളാൻ പറഞ്ഞു. എന്നിട്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് കടന്നു. പുറകിൽ വിളി കേട്ടു പാർവതി. തിരിഞ്ഞു നോക്കുമ്പോ ഭഗവാൻ നിൽക്കുന്നു. ഓടിച്ചെന്ന കാലിൽ വീണ് ക്ഷമാപണം പറഞ്ഞു. കാരണം ആരാണെന്നറിയാതെ കുറെ കഠിന പദങ്ങൾ പറഞ്ഞുപോയി. പറഞ്ഞു, പാർവതി ഞാൻ നിന്നെ പരീക്ഷിച്ചിട്ടുണ്ട്, എന്നിൽ എത്രത്തോളം നിനക്ക് ഭക്തിയുണ്ട് പ്രേമമുണ്ടെന്നല്ല അവിടെ പറഞ്ഞത്, നിനക്ക് എന്നിൽ എത്രത്തോളം ഭക്തിയുണ്ട്. അപ്പൊ ഭഗവാനും ഭഗവതിയൊക്കെ അവരുടെ ലെവലെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. അവർക്ക് വൈകാരികമായ പ്രണയമല്ല ഉള്ളത്, ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ചേർച്ചയാണ്. അതിന് വേഗം പറയുന്നത് ആത്മന ജീവാത്മാവ് കൊണ്ട് പരമാത്മാവിലേക്ക് ലയിക്കുക, പിന്നെ ജനിമൃതിയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതാണ് അവരുടെ ആ ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിനക്ക് എത്രത്തോളം എന്നിൽ ഭക്തി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചെയ്തെങ്കിൽ നമ്മളെ ഭഗവാൻ പരീക്ഷിക്കും പലപ്പോഴും. നമ്മൾ പക്ഷെ ഇത് അറിയുന്നില്ല. നമ്മളിപ്പോ അഭിഷേകം നടത്തിയല്ലേ വേറെ എന്തെങ്കിലും നടത്തി അമ്പലങ്ങളിൽ